ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു പൊറോട്ട റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ പൊറോട്ടയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ റെഡിയാക്കിയെടുത്താൽ നമ്മുടെ പൊറോട്ട നല്ല ടേസ്റ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കണം നോക്കാം. അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ഒഴിക്കുന്നത് 1 കപ്പ് പാലാണ്. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് മൈദയാണ്. അപ്പോൾ മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് മാവും ഉപയോഗിക്കാം. പിന്നെ അതിനുശേഷം ഞാനിതിലേക്ക് 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് പാല് നിർബന്ധമില്ല, പാലിന് പകരം നമുക്ക് വെള്ളം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡ, കുറച്ച് പഞ്ചസാര. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് കൂട്ടാം. പിന്നെ ഒരു മുട്ട കൂടെ ഒഴിക്കണം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പരുവമായിരിക്കണം. ഒരുപാട് വെള്ളം ആവാനും പറ്റില്ല, ഒരുപാട് കട്ടിയാവാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കവറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനതുപോലെ കവറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു പാനിലേക്ക് നമ്മളിതിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ നൂൽ പൊറോട്ട നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാനിതുപോലെ ഇങ്ങനെ റൗണ്ടിൽ ചുറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചുറ്റുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടില്ല, പിന്നെ രണ്ടാം പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ വരും. അങ്ങനെ നമ്മളിതൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് നൂൽ പൊറോട്ടയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇനി നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവും. എന്നിട്ട് നമുക്ക് 2 സൈഡ് ഇതുപോലെ എണ്ണയൊക്കെ തേച്ചിട്ട് നമ്മൾ പൊറോട്ട ഇങ്ങനെ എന്താ പറയുക, പൊറോട്ട ചുട്ടെടുക്കുന്ന പോലെ നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മളിത് വേറൊരു മെത്തേഡും കൂടെ ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ബോട്ടിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. രണ്ടും നമുക്ക് ഈസി തന്നെയാണ്. അപ്പോൾ ബോട്ടിൽ ഞാനിതുപോലെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിങ്ങനെ ഒഴിക്കാൻ. കാരണം അത് കട്ടിയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മുരിഞ്ഞു പോവും, കരിഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ആക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റുമാണ്. പക്ഷെ നമ്മളത് ചൂടോടെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള മാവും കൂടെ ഞാനിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ പെട്ടെന്ന് പൊറോട്ടയൊക്കെ കഴിക്കണം പറഞ്ഞാൽ നമുക്ക് അരമണിക്കൂറിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ? പിന്നെ നമ്മളത് ഓരോ പ്രാവശ്യം ചുറ്റുമ്പോഴും നല്ല പെർഫെക്റ്റായി നമുക്കത് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക്